ഉമർ ഖാലിദ് പ്രതിയാക്കപ്പെട്ട ഡൽഹി കലാപ ഗൂഢാലോചന കേസെന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന കേസ് എന്തായിരുന്നുവെന്ന് നാം ഒരിക്കൽ കൂടി അറിയണം. 2019 നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമമാണ് എല്ലാറ്റിനും കാരണം. ഈ നിയമത്തിലൂടെ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിയപ്പോൾ ഭരണഘടനാപരമായ വിവേചനത്തിനെതിരെ സമരം നടന്നു. ഇതിനെതിരെ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഹിന്ദുത്വ നേതാക്കൾ രംഗത്ത് വന്നതാണ് കേസിനാസ്പദമായ സംഭവം. സമരക്കാരെ റോഡിൽ നിന്ന് ഒഴിപ്പിക്കാൻ 2020 ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ നടന്ന കലാപത്തിൽ 54 പേർ കൊല്ലപ്പെട്ടു. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ മാത്രം പരിമിതപ്പെട്ട കലാപം സമരത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തതാണെന്നും അതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയത് പൗരത്വ സമരം നയിച്ചവരാണെന്നും ആരോപിച്ചാണ് ഡൽഹി പോലീസ് കലാപ ഗൂഢാലോചന കേസുണ്ടാക്കിയത്. കലാപത്തിൽ പങ്കാളികളല്ലാതിരുന്നിട്ടും പൗരത്വ സമര നേതാക്കളെ ഗൂഢാലോചന കുറ്റത്തിൽ പ്രതി ചേർക്കുകയും ചെയ്തു. കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട ഉമർ ഖാലിദ് അഭിപ്രായപ്പെട്ടതായി അദ്ദേഹത്തിന്റെ പങ്കാളി മനോജ് ജോസ്ന ലാഹിരി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് ജാമ്യം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്, വളരെ ആശ്വാസം എന്ന് ഉമർ ഖാലിദ് പറഞ്ഞു. നിങ്ങളെ കാണാൻ ഞാൻ നാളെ വരാം എന്ന് ഞാൻ മറുപടി നൽകി. ശരി, വരൂ, ഇനി ഇതാണ് ജീവിതം, ഉമർ ഖാലിദ് പറഞ്ഞതായി മനോജ് ജോസ്ന എക്സിൽ കുറിച്ചു. കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനുമാണ് ജാമ്യം നിഷേധിച്ചത്. ഗുൽഫിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഗൂഢാലോചന കേസിൽ 2020 സെപ്റ്റംബർ മുതൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന് ഡിസംബർ 11 ഡൽഹിയിലെ കർദൂമ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം. സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉമർ ഖാലിദിന് ഇടക്കാല ആശ്വാസം അനുവദിച്ചത്. നിലവിൽ സുപ്രീം കോടതി ജാമ്യഹർജി തള്ളിയതോടെ ജയിൽ മോചനത്തിന്റെ വഴിയടഞ്ഞ ഉമർ ഖാലിദിനും സർജീൽ ഇമാമിനും ഇനി സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ് അതല്ലെങ്കിൽ ഈ ജാമ്യവിധി വന്ന് 1 വർഷം കഴിഞ്ഞോ പുതിയ ജാമ്യാപേക്ഷയുമായി വരാമെന്നും ബെഞ്ച് വിധിയിൽ വ്യക്തമാക്കി. ഇതോടെ അടുത്ത 1 വർഷത്തേക്ക് ജയിൽ മോചനത്തിലുള്ള വഴിയും സുപ്രീം കോടതി അടച്ചിട്ടിരിക്കുകയാണ്. വിചാരണയില്ലാതെ 5 വർഷത്തിലേറെ തടങ്കലിൽ കഴിഞ്ഞതിന് ശേഷവും ജാമ്യം നിഷേധിക്കുന്നത് നഗ്നമായ നീതി നിഷേധമാണെന്ന് മറന്നുപോകരുത്. നീതിന്യായ വ്യവസ്ഥയെ പരിഹാസ്യമാക്കുന്ന വിധിക്കെതിരെ രാജ്യത്തെ പൗരന്മാർ ശബ്ദമുയർത്തണമെന്ന് CPML ലിബറേഷൻ.